പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങയുടെ മടിയിൽ ബലഹീനനും പാപിയുമായ അങ്ങയുടെ മകൻ കിടന്നുറങ്ങി അവിടുന്ന് തന്നെ താങ്ങിയാൽ ഉണർത്തിയിരിക്കുന്നു. സ്വർഗീയനായ പിതാവേ, അങ്ങയുടെ പൊന്നുതോർപ്പാത്തികൾ നിന്റെ പൊന്നുമക്കളായ ഞങ്ങൾ അടുത്തു വന്ന് നിന്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി യാചിക്കുകയും സങ്കീർത്തനം 3 ചിന്തിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനം അതിൻ്റെ ആമുഖത്തിൽ തന്നെ ദാവീദ് തന്റെ പുത്രനായ അബ്ശാലോമിൽ നിന്ന് ഓടി വിളിക്കുന്ന കാര്യം പറയുന്നു. താൻ പ്രിയനായി വളർത്തിക്കൊണ്ടുവന്നവനാണ് അബ്ശാലോം. അവനാണ് തന്റെ അപ്പനായ സ്ഥാനഭ്രഷ്ടനാക്കുന്നതും ഓടിച്ചു വിടുന്നതും. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം തന്നിൽ നിന്ന് അകന്നുപോയി. തനിക്ക് ദൈവദൂതനെ പോലെ ആലോചന പറഞ്ഞു തന്നിരുന്ന അബ്ശാലോം ഓടിപ്പോയി മറുവശത്ത് ചേർന്നു. ഈ അവസരത്തിൽ ശൗലിന്റെ പുത്രനായ ശെമി പോലും കല്ലുവാരി അറിഞ്ഞ് ശവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമം വായിക്കുമ്പോൾ വേദനയുടെ സമയത്ത്, സങ്കടത്തിന്റെ കാലഘട്ടത്തിൽ പാടുന്നതായ ഒരു സങ്കീർത്തനമാണ് ഇത്. പക്ഷേ അത് സമാപിപ്പിക്കുന്നത് വളരെയേറെ ആശാവഹമായിട്ടാണ്. വേദനകളെയും പ്രയാസങ്ങളെയും എല്ലാം ഒഴിവാക്കുന്നവനായ ദൈവം ശത്രുവിനെ തകർത്ത് കളയുന്നതായി ദാവീദ് ഉയർത്തി കാണിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഈ സങ്കീർത്തനം ജീവിതത്തിൽ ഉപദ്രവവും പ്രതിസന്ധികളും നേരിട്ട് നിരാശയിലും അധൈര്യത്തിലും കഴിയുന്നവർക്ക് പ്രത്യാശയും ഉറപ്പും ആത്മധൈര്യവും നൽകും. കുടുംബ തകർച്ചകളിലും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു വൈഷമ്യങ്ങളും നേരിടുന്ന ഏതൊരാൾക്കും ഉത്തേജനം പകരുന്നതാണ് ദാവീദിന്റെ ഈ ആത്മാലാപം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നമ്മെ കൈവിടുകയില്ല. സർവശക്തൻ നമ്മെ കൈപിടിച്ച് വേണ്ടുന്ന സമയത്ത് ഉയർത്തും. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.